പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട്. കുട്ടിക്ക് ശാസ്ത്രീയമായ ചികിത്സ നൽകിയിരുന്നുവെന്നും ഓർത്തോ ഡോക്ടേഴ്സ് DMOയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. ഷംന, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ഹോസ്പിറ്റലിനെയും ഡോക്ടർമാരെയും തികച്ചും വെള്ളപൂശിക്കൊണ്ട് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഓർത്തോ ഡോക്ടർമാരായ ഡോക്ടർ സിജു KM ഒപ്പം ഡോക്ടർ ജൗഹർ KT എന്നിവർ ആണ് DMOയ്ക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 24-ാം തീയതി സെപ്റ്റംബർ 24-ാം തീയതി കുട്ടി ആശുപത്രിയിലെത്തി. അന്ന് കുട്ടിയുടെ കൈയിന് എല്ല് പൊട്ടിയിരുന്നു. ഇതിന് ശാസ്ത്രീയമായ ചികിത്സ നൽകി. പിറ്റേ ദിവസം 25-ാം തീയതി കുട്ടിയോട് നിരീക്ഷണത്തിന് വേണ്ടി വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കുട്ടി എത്തിയതോടെ കൃത്യമായി കുട്ടിയെ നിരീക്ഷിച്ചു. അന്ന് കുട്ടിക്ക് ഈ കമ്പാർട്ട്മെന്റ് സിൻഡ്രോംസിന്റെ സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ കൈവിരലുകളൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു, രക്തയോട്ടം ഉണ്ടായിരുന്നു. പിന്നീട് 30-ാം തീയതിയാണ് പിന്നീട് കുട്ടി ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോഴേക്കും ഈ രക്തയോട്ടം പൂർണ്ണമായും നിലച്ചിരുന്നു. ഇതിന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അല്ലാതെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രാഥമിക ഘട്ടത്തിലടക്കം ചികിത്സ നൽകുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആശുപത്രിയുടെ വിശദീകരണം. എന്തായാലും DMOയ്ക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമിക റിപ്പോർട്ട് നൽകിയ ഡോക്ടർ കാവ്യ, ഡോക്ടർ പത്മനാഭൻ എന്നിവർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. അതിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിയ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലും കൃത്യമായി പറയുന്നതും. എന്തായാലും സംഭവത്തിൽ ഈ ആശുപത്രിയുടെ വാദമെല്ലാം പൂർണ്ണമായി തള്ളുകയാണ് കുടുംബം. ഇന്നലെയും നമ്മൾ ആ കുടുംബത്തോട് സംസാരിച്ചിരുന്നു. അപ്പോഴും പറഞ്ഞത് 2-ാമത്തെ ദിവസം, അതായത് 25-ാം തീയതി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർമാർ കുട്ടിയുടെ കൈവിരലുകൾ അനക്കി നോക്കുകയോ കുട്ടിയെ ആ ബാൻഡേഡ് അഴിച്ചു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കുട്ടിക്ക് വേദന മൂലമാണ് ആശുപത്രിയിൽ എത്തിയത് എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഡോക്ടർമാർ ഇപ്പോഴും വിശദീകരിക്കുന്നത് 2-ാമത്തെ ദിവസം കുട്ടിക്ക് വേദന ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.